അടുത്തൊരു പോയിന്റ്, വി എം നമ്മൾ സെലക്ട് ചെയ്തു. വി എം പുള്ളിക്ക് കാണുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ മെയിൻ അഡ്മിൻ ജിനിലിന്റെ ലോഗിനിലേക്ക് പോയിട്ട് വി എമ്മിന്റെ ഓവർവ്യൂവിൽ ഒന്ന് ജസ്റ്റ് പോയി, നിങ്ങളൊന്ന് ജസ്റ്റ് റിലേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഓവർവ്യൂവിൽ പോയി. പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്, സ്വാഭാവികം. പബ്ലിക് ഐ പി, നെറ്റ്വർക്ക്, DNS എല്ലാ സംഭവങ്ങളും കാണുന്നുണ്ട്. ഇതാണ് പബ്ലിക് ഐ പി എന്നൊക്കെ നമ്മൾ കണ്ടു. ജോണും സെയിം ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകണം. പോയിട്ട് പുള്ളിക്ക് പബ്ലിക് ഐ പി കാണുന്നില്ല, നെറ്റ്വർക്ക് കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. എന്താ കാര്യം? അതേപോലെ ഇപ്പം വി എം നമ്മൾ കാണുന്നുണ്ട്. വി എമ്മിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ് ഡിസ്ക്. ഇവിടെ ഞാൻ ഇപ്പം ജസ്റ്റ് ഡിസ്ക് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് ഡിസ്കും സെപ്പറേറ്റ്ലി കാണുന്നില്ല. ഈസിയാണ്. എന്തായിരിക്കും ഇത് സംഭവം? കറക്റ്റ്. അതായത് വെർച്വൽ നെറ്റ്വർക്കിൽ അവിടെ കിട്ടെ, പബ്ലിക് ഐ പി വെർച്വൽ നീ പറഞ്ഞ കറക്റ്റ് ആണ്, പോയിന്റ് കറക്റ്റ് ആണ്. പക്ഷേ വി എമ്മിന്റെ സിനാരിയോയിൽ മാത്രം എടുക്കുക. അറ്റ്ലീസ്റ്റ് നിനക്ക് വെർച്വൽ നെറ്റ്വർക്ക് വേറൊരു റിസോഴ്സ് ആണെന്നറിയാം, അതാണ് പോയിന്റ്. ഓക്കെ, റിസോഴ്സ് വേറെയാണ്. വി എം ഈസ് ബിൽഡപ്പ് ഓഫ് മൾട്ടിപ്പിൾ എന്താണ് റിസോഴ്സസ്. ഈ റിസോഴ്സ് ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ പ്രശ്നം എന്നുള്ളത്. നമ്മൾ എവിടെ കൊടുത്തിരിക്കുന്ന പെർമിഷൻ ആണ് വി എം, പക്ഷെ വി എം ഈസ് ബിൽഡ് ഓഫ് പബ്ലിക് ഐ പി വേറെ തന്നെ എന്താണ് റിസോഴ്സ് ആണ്. അപ്പം പറഞ്ഞ പോലെ നെറ്റ്വർക്ക് വേറെ തന്നെ റിസോഴ്സ് ആണ്. ഓക്കെ, പക്ഷേ നെറ്റ്വർക്കിന്റെ സിനാരി അവിടെ നിൽക്കട്ടെ, പബ്ലിക് ഐ പി കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേറെ റിസോഴ്സ് ആണ്. ഇതൊക്കെ വേറെ വേറെ റിസോഴ്സ് ആണ്. അപ്പം നേരത്തെ ശ്രീജിത്ത് ചോദിച്ച ചോദ്യത്തിന്റെ ഒന്നും കൂടി ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയണമെങ്കിൽ, നമുക്ക് വി എമ്മിൽ മാത്രം വേണമെങ്കിൽ കൊടുക്കാം, ജസ്റ്റ് പുള്ളിക്ക് റീഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ. പക്ഷെ പുള്ളിക്ക് വേറെ എന്തെങ്കിലും കുറച്ചും കൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ ആ ഒരു റിസോഴ്സ് ഗ്രൂപ്പിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും എന്ത് ബെറ്റർ. അല്ലെങ്കിൽ നമ്മൾ വളരെ എന്താ പറയാ, വളരെ 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 കുറച്ച് സെക്യൂർഡ് ആക്കിയിട്ട് അങ്ങനത്തെ ഒരു സിനാരിയോ ആയി പോകും. പിന്നെ പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോകും ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് പക്ഷെ സ്റ്റിൽ നമുക്ക് അങ്ങനെ തന്നെ കൊടുക്കണം എന്ന് നിങ്ങളുടെ ഓർഗനൈസേഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? ഇതെല്ലാം കൂടെ പിടിച്ചു കൊടുക്കണം ആക്സസ്. മനസ്സിലായില്ലേ? ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മളൊക്കെ സാധാരണ നമ്മളെ ഓർഗനൈസേഷൻ ചെയ്യാറുള്ളത് ആ റിസോഴ്സ് ഗ്രൂപ്പിന് കണ്ട് കൊടുക്കും. അതാണ് ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് റിസോഴ്സ് ഗ്രൂപ്പിൽ പോയി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ അപ്പർ ഇതിലേക്ക് വന്നു, നമ്മുടെ പെർമിഷൻ. ഓക്കെ, റീഡർ തന്നെ ഞാൻ കൊടുത്തു. പക്ഷെ ഇപ്പോഴും ഞാൻ എന്ത് കൊടുത്തു? ഇവിടെ ജോണിനെ ആഡ് ചെയ്തു. ജോണിനെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ആ ഒരു സ്കോപ്പിൽ പുള്ളിക്ക് കൊടുത്തു റീഡർ പെർമിഷൻ. അപ്പം ആ ഒരു പെർമിഷൻ ഇൻഹെറിറ്റ് ചെയ്യും, റീഡർ തന്നെ ഇൻഹെറിറ്റ് ചെയ്യും, സോറി റിസോഴ്സ് ഗ്രൂപ്പ് തന്നെ ഇൻഹെറിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ വി എമ്മും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോമ്പണൻസും കൂടെയാണ് കിടക്കുന്നത്, ഈ റിസോഴ്സ് ഗ്രൂപ്പിനുള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി പുള്ളിക്ക് ആ ഒരു പെർമിഷനിൽ വ്യൂ ചെയ്യാം. ആഡ് ചെയ്തു പെർമിഷൻ. ഇനി ഞാൻ നേരെ നമ്മുടെ ഇൻകോഗ്നിറ്റോ വിൻഡോ, ജോൺ ലോഗിൻ ചെയ്ത വിൻഡോയിലേക്ക് വന്നു, റിഫ്രഷ് ചെയ്തു. ചില സമയത്ത് ചിലപ്പം അപ്ലൈ ആവാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെയുള്ള സിനാരി ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഏറ്റവും ബെസ്റ്റ് എന്ത് ചെയ്യാം, വന്നു. ഓക്കെ, കുഴപ്പമില്ല, ഫാസ്റ്റ് ആയിട്ടുണ്ട്, വന്നു. ഇപ്പൊ എല്ലാ സാധനങ്ങളും പുള്ളിക്ക് എന്തുണ്ട്, കാണുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് എന്തും കൂടെ കാണാം. ഇപ്പം ഡിസ്ക് കാണാം, സ്വാഭാവികം. അതേ കൂടാണ്ട് റിസോഴ്സ് ഗ്രൂപ്പും കാണാം നമുക്ക്. ഓക്കെ, ഡിസ്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ടൈം എടുക്കുന്നതാണ് റിഫ്ലക്ട് ചെയ്യാൻ, കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാം, റിസോഴ്സ് ഗ്രൂപ്പ് ഇത് ബെറ്റർ ലോഗൗട്ട് ചെയ്ത് ലോഗിൻ ചെയ്താൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാണാം. അതിന്റെ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇന്റർവ്യൂവിന് പറയാൻ പറ്റും. ഓക്കെ, മനസ്സിലായില്ല സംഭവം അല്ലേ? അത് പെർമിഷൻ വന്നില്ലെങ്കിൽ ഒന്ന് സൈൻ ഔട്ട് ചെയ്ത് സൈൻ ചെയ്താൽ മതി. ചിലപ്പോൾ അല്ലെങ്കിൽ കുറേ നേരം ടൈം എടുക്കുന്നതാണ്. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ വെർച്വൽ മെഷീനിൽ ഇപ്പം നമ്മുടെ ജോണിന്റെ സിനാരിയോയിൽ ജോണിന്റെ പെർമിഷനുള്ള വി എമ്മിൽ പോയിട്ട് ആക്സസ് കൺട്രോൾ IAM പോയി കഴിഞ്ഞാൽ റോൾ അസൈൻമെന്റ് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പോവാണ്. ചെക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ 26 27 ഓക്കെ, ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എന്ത്, ഓരോരോ പെർമിഷന്റെ ഓരോ ഹെഡിങ് ഉണ്ട്. അതായത് ഓണർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഇവിടെ കൊടുത്തിട്ടുണ്ട്, കോൺട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് കറന്റ് ഉള്ള ആൾക്കാരുടെ ഉള്ള റോൾസ് ആണ് മേലെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓണറിൽ ജിനിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇനിയിപ്പം ഓണറിൽ ഞാൻ ജോണിനെയോ റാമിനെയോ ആഡ് ചെയ്താൽ അവൻ എവിടെ വരും? ഈ ജിനിലിന്റെ താഴെ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഓരോ സെക്ഷനിലായിട്ട് വരും. ഇപ്പൊ ഇവിടെ ഞാൻ താഴത്തേക്ക് പോയി, ജോണിന്റെ ഒരു കാറ്റഗറി ഏതായിരുന്നു? റീഡറിൽ മാത്രമേ ജോൺ ഉള്ളത്. പക്ഷെ ഒരു ജോൺ എവിടുന്നാണ് വന്നിരിക്കുന്നത്? ഇത് റിസോഴ്സ് VM-ൽ. പിന്നെ നമ്മൾ നേരത്തെ റിസോഴ്സ് ഗ്രൂപ്പിലും ജോൺ ആഡ് ചെയ്തു, അത് അവിടുന്ന് വന്നിരിക്കുന്നത്. എൻഡ് ഓഫ് ദി ഡേ ഇങ്ങനെ വരും. ഓക്കെ, ഇനിയിപ്പോൾ ജോൺ ഞാൻ ഫോർ എക്സാമ്പിൾ നാളെ വന്നിട്ട് ഞാൻ ഈ ഒരു പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ജോൺ ഇവിടെ ലിസ്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അതാണ് ഇവരുടെ ഒരു രീതി. അങ്ങനെയാണ് ഇവരുടെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് RBAC. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനിയും പല സിനാരിയോസ് ഉണ്ട്. ഇനി അടുത്ത സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് മേ ബി യു ക്യാൻ ഇമാജിൻ ജോൺ ഒരു പുതിയ യൂസറാണ്. അപ്പോൾ നമ്മൾ ജോണിന് ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് പുള്ളിക്ക് ഒരു റീഡർ പെർമിഷൻ കൊടുത്തു. ജോണിന് റീഡർ പെർമിഷൻ കൊടുത്തു. ജോണിന് ഒരു പർട്ടിക്കുലർ VM മാത്രം ആക്സസ് കൊടുത്തു. അപ്പോൾ ജോണിന് തൽക്കാലം ഇപ്പോൾ ഈ ഒരു VM വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പുള്ളി ഈ VM മാത്രം എന്തോ അപ്ലിക്കേഷനൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് ഇമാജിൻ ചെയ്യാം. അപ്പോൾ ജോൺ ഒരാഴ്ച കഴിഞ്ഞപ്പം പുള്ളിയുടെ മാനേജറോട് പറഞ്ഞു, ഇതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ജസ്റ്റ് റീഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഇതിനകത്ത് പോർട്ടലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പോയിന്റ് ഞാൻ പറയാം. ഇതിപ്പോൾ പോർട്ടലിലുള്ള പെർമിഷൻ ആണ് കേട്ടോ RBAC. അതായത് നമ്മൾ അഷൂർ ഈ ഒരു പോർട്ടലിൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ് RBAC പെർമിഷൻ. അപ്പോൾ ജോണിന് ഈ VM നമുക്ക് RDP പെർമിഷൻ കൊടുത്താൽ അത് വേറെ തന്നെ പെർമിഷൻ ആണ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. അതായത് ഇപ്പൊ ഈ പോർട്ടലിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ പെർമിഷൻ ആണ് നമ്മളിപ്പോൾ കാണുന്നത് ജോണിന്, അല്ലെങ്കിൽ ഈ ഒരു RBAC നമ്മൾ കാണുന്നത്. മനസ്സിലായില്ലേ? അഷൂർ പോർട്ടൽ വന്നിട്ട് ചെയ്യുന്ന കുറെ പെർമിഷൻ കാര്യങ്ങളാണ് നമ്മൾ ഈ RBAC കാണുന്നത്. ഇനിയിപ്പം ഞാൻ ആസ് എൻ അഡ്മിൻ മേ ബി ജിനിൽ ഞാൻ ലോഗിൻ ചെയ്തു ഈ VM-നകത്ത്, ഈ ഒരു IP ഒക്കെ വെച്ച് ലോഗിൻ ചെയ്തു. അതിനകത്ത് ലോക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ഗ്രൂപ്പ്സിനകത്ത് ഈ ഒരു മിഷൻ ഡൊമൈൻ ജോയിന്റ് ആണെന്നിട്ട് ഇമാജിൻ ചെയ്യാം നിങ്ങൾ. ഓക്കെ, ഇമാജിൻ ചെയ്യാം. അപ്പൊ അതിനകത്ത് ഞാൻ പോയിട്ട് ജോണിന് വല്ല അഡ്മിനിസ്ട്രേറ്റർ റൈറ്റ്സോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് നേരെ RDP എടുത്ത് അതിനകത്തേക്ക് പോയിട്ട് ആക്സസ് ചെയ്യാം. അത് കുഴപ്പമില്ല. മനസ്സിലായോ? അത് വേറെ തന്നെ പെർമിഷൻ ആണെന്ന് പറയാം. അത് ഇവിടെ ബന്ധമില്ല, ജസ്റ്റ് പറഞ്ഞതാണ് നിങ്ങളോട്. മനസ്സിലായോ? ബേസിക്കലി RBAC-ന്റെ ഒക്കെ മെയിൻ യൂസ് വരുന്നത് VM-ന്റെ കേസിലൊന്നുമല്ല, വേറെ കുറെ റിസോഴ്സ് ഉണ്ട്. അപ്പോഴൊക്കെയാണ് നമുക്ക് ഈ പോർട്ടലിൽ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്. പക്ഷേ എക്സാമ്പിൾ ഞാൻ VM എടുത്തെന്നുള്ളൂ. നമുക്ക് ഇവിടെ പെർമിഷൻ കൊടുക്കേണ്ട തൽക്കാലം കാണാം, റിസോഴ്സ് വരുന്നതും പോകുന്നതും കാര്യങ്ങളൊക്കെ ആക്സസ് പോർട്ടലിൽ. പക്ഷേ ഈ VM-ലേക്ക് പുള്ളിക്ക് ഇപ്പം ഈ പോർട്ടലിലേ വരണ്ട. ഈ ജോണിന് ഇപ്പം അഷൂർ പോർട്ടലിലേ വരണ്ട. പുള്ളിക്ക് VM ആക്സസ് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് മാത്രം കൊടുത്താൽ മതി? RDP അല്ലെങ്കിൽ ലോക്കൽ അഡ്മിൻ ആക്സസ് കൊടുത്താൽ മതി. മനസ്സിലായത്? ജോൺ എവിടുന്നാ വന്നിരിക്കുന്നത്? സോഴ്സ് കൂടെയാണ്. ഈ VM ഡൊമൈൻ ജോയിൻ ചെയ്താൽ അത് കിട്ടുമല്ലോ അവിടെ. ഇൻ റിയൽ സിനാരിയോയിൽ ഇങ്ങനെയാണ്. നമ്മൾ അഷൂർ ഇവിടെ ഉണ്ട്, അതായത് നമ്മൾ ആ ഒരു ഇതിലേക്ക് പറഞ്ഞുതരാം. അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആരുണ്ട്? ഓൺ പ്രമിസ് ഉണ്ട്, നമ്മുടെ AD. നമ്മളിപ്പോൾ നേരത്തെ ഞാൻ നേരത്തെ സെറ്റപ്പ് ചെയ്ത അതേ സിനാരിയോ ഇവിടെ AD ഉണ്ട്. ഓക്കെ, ഇത് കൂടാണ്ട് നമ്മളിപ്പം മിസ്സിംഗ് ആയിട്ടുള്ള ഒരു എലമെന്റ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടാണ് പ്രാക്ടിക്കലി. ഈ AD അല്ലെങ്കിൽ ഈ ഓൺ പ്രമിസ്, ഇത് AD മാത്രം കണക്കൂട്ടണ്ട, ഓൺ പ്രമിസ് കണക്കൂട്ടാം. ഓക്കെ, ഇത് ഇവിടെ. ഓക്കെ, ഇത് എൻറ്റയർലി അഷൂറായിട്ട് എന്താണ്? പ്രൈവറ്റ്ലി കണക്റ്റഡ് ആണ്, VPN വഴി കണക്റ്റഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സാധാരണ ഒരു VM ക്രിയേറ്റ് ചെയ്താൽ കമ്പനിയിൽ നമ്മൾ ചെയ്യുന്ന പോളിസി എന്താണെന്ന് വെച്ചാൽ നേരെ VM-നെ പിടിച്ച് എന്ത് ചെയ്യും? ഡൊമൈൻ ജോയിൻ ചെയ്യും. അത് റീച്ച് ആവും. ആ AD ഒക്കെ കിട്ടും അതിന്. ഓക്കെ, അത് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്, ഞാൻ പിന്നെ കാണിച്ചു തരാം. വേറൊരു സംഭവം ഉണ്ട്, അത് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ യൂസേഴ്സിന് പെർമിഷൻ കൊടുത്തൂടെ? നമ്മൾ ഓൾറെഡി ഐഡിയുള്ള യൂസേഴ്സ് അല്ലേ. അപ്പോൾ പുള്ളിക്ക് വേണമെങ്കിൽ RDP കാര്യങ്ങളൊക്കെ ആക്സസ്, എന്ത് പെർമിഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുത്ത് പുള്ളിക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട. അതായത് അത് വേറെ തന്നെ പെർമിഷൻ ആണ്. അത് നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്ന ലോക്കലി അല്ലെങ്കിൽ അത് കൊടുക്കുന്ന പെർമിഷനാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പം RBAC എന്ന് പറഞ്ഞാൽ എൻറ്റയർലി അഷൂറിൽ വന്നിട്ട് ആക്സസ് ചെയ്യുന്ന സംഭവമാണ് പോർട്ടലിൽ. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് RDP ആക്സസ് ഉണ്ടെങ്കിൽ പുള്ളിക്ക് എന്ത് ചെയ്യാം? ഷട്ട് ഡൗൺ ചെയ്യാം, അല്ലേ? VM ഷട്ട് ഡൗൺ ചെയ്യാം. അതായത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആ പുള്ളിക്ക് എന്താ പറയാ, സെർവർ ആക്സസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പുള്ളിക്ക് ഷട്ട് ഡൗൺ ചെയ്യാം, അല്ലേ? പക്ഷേ പുള്ളിനോട് അഷൂർ പോർട്ടലിൽ പോയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? അതാണ് RBAC. മനസ്സിലായില്ലേ? നമ്മൾ സ്റ്റോപ്പ് ഡീഅലോക്കേറ്റഡ് എന്നൊക്കെ കണ്ട് ഓർക്കുന്നില്ലേ നീ? അത് ചെയ്യണമെങ്കിൽ പുള്ളിക്ക് സ്റ്റോപ്പ് തന്നെ ചെയ്യണം. അത് പോർട്ടലിൽ തന്നെ വരണം ആക്സസ്. അതുകൂടാണ്ട് പുള്ളിനോട് പറഞ്ഞു ഒരു 100 GB ഡിസ്ക് ആഡ് ചെയ്യാൻ പറഞ്ഞു. പുള്ളിക്ക് RDP ആക്സസ് മാത്രം ഉണ്ടെങ്കിൽ 100 GB ഡിസ്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? അവിടെ ഓൾറെഡി നമ്മൾ ഇവിടുന്ന് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം പുള്ളിക്ക്. കാരണം അത് VM ലെവലുള്ള ആക്സസ്, അതിനുള്ളിലുള്ള ആക്സസ് ആണ്. പക്ഷേ പുള്ളിക്ക് പോർട്ടലിൽ ചെയ്യാനുള്ള ആക്സസ് ഇല്ലെങ്കിൽ പുള്ളിക്ക് ഇവിടെ വന്നിട്ട് ഒരു ഡിസ്ക് ക്രിയേറ്റ് ചെയ്യാനോ എക്സ്റ്റെൻഡ് ചെയ്യാനോ പറ്റില്ല. വ്യത്യാസം മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് എൻറ്റയർലി RBAC ആണ്. മറ്റേ ആക്സസ്. ഓക്കെ, ചിലവർക്ക് ഇപ്പോഴും വർക്ക് ചെയ്യുന്നവർക്ക് പോലും ചില കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞു പോകുന്നത്, കൺഫ്യൂഷൻ വേണ്ട വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അതൊക്കെ കണ്ടു. നമ്മൾ എന്തൊക്കെ കണ്ടു? സ്കോപ്പ് കണ്ടു, എന്തൊക്കെ സ്കോപ്പിൽ കൊടുക്കാന്നുള്ളത് കണ്ടു. ഇത് കൂടാണ്ട് വേറൊരു സ്കോപ്പ് കൂടി ഉണ്ട്, അതും കൂടി ഞാൻ ജസ്റ്റ് ഇപ്പം ആഡ് ചെയ്യാം. അതും കൂടി ആഡ് ചെയ്താൽ അതാണ്ട് കഴിഞ്ഞു. എന്താന്നുള്ളത് മാനേജ്മെന്റ്, ഇത് ഇതിന്റെ മേലെയാണ്. എന്ത് മാനേജ്മെന്റ് ഗ്രൂപ്പ്, ഇങ്ങനെ ഒരു സ്കോപ്പും കൂടി ഉണ്ട്. ഓക്കെ, റിസോഴ്സ് സ്കോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? എന്താന്ന് മനസ്സിലായി? റിസോഴ്സ് ഗ്രൂപ്പ് സ്കോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? സബ്സ്ക്രിപ്ഷൻ സ്കോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി. മാനേജ്മെന്റ് സ്കോപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണോ എന്തായിരിക്കും? കുഴപ്പമില്ല. അപ്പം ഈ ഡയഗ്രത്തിൽ എത്ര സബ്സ്ക്രിപ്ഷൻ ഉണ്ട്? 2 ഉണ്ട്. റിയൽ ടൈം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റിൽ 100 ചില്ലാൻ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. 100 ചില്ലാൻ സബ്സ്ക്രിപ്ഷൻ മാത്രം ഉണ്ട് ആ കമ്പനി, ആ പ്രോജക്റ്റിൽ. അപ്പം 2 സബ്സ്ക്രിപ്ഷനോ 3 സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ കൊടുക്കാൻ ഈസിയാണ്. ഓരോന്നിലും പോയിട്ട് എന്ത് ചെയ്യണം?
ഓരോന്നിലും പോയിട്ട് സബ്സ്ക്രിപ്ഷനിൽ പോവുക, ആക്സസ് കൺട്രോൾ ചെയ്യാൻ പോവുക, കൊടുക്കുക അല്ലേ. അപ്പൊ 100 ചില്ലാൻ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യാം. ഓരോ എണ്ണത്തിലും പോയിട്ട്, അതായത് ഇപ്പൊ ഞാൻ ആസ് എ ആർക്കിടെക്ട് ജോയിൻ ചെയ്തെന്ന് വിചാരിക്കുക കമ്പനിയിൽ. അപ്പൊ ആർക്കിടെക്ടിന് അല്ലെങ്കിൽ എൻ്റെ അഡ്മിന് ഫുൾ ആക്സസ് കൊടുക്കും, അവർ എല്ലാ സബ്സ്ക്രിപ്ഷനിലും ആക്സസ് കൊടുക്കും. അപ്പം അവർക്ക് ഓരോ സബ്സ്ക്രിപ്ഷനിൽ പോയി കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, മാനേജ്മെന്റ് ഗ്രൂപ്പ് ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കുക. മാനേജ്മെന്റ് ഗ്രൂപ്പ് അപ്പം എന്തായിരിക്കും? മാനേജ്മെന്റ് ഗ്രൂപ്പ് ഈസ് നത്തിങ് ബട്ട് കളക്ഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ. കുറേ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഇതിനൊക്കെ ആഡ് ചെയ്യാം. ഒരു പേര് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഞാനൊരു പേര് കൊടുത്തു, കമ്പനി എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, വെറുതെ ഒരു പേര് കൊടുക്കുക. എന്നിട്ട് ആ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യാം, ഇത് ഡീഫോൾട്ട് വരുന്നതാണ്. ഓക്കെ, ഡീഫോൾട്ട് വരുന്ന മാനേജ്മെന്റ് ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിലേക്ക് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും 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 സബ്സ്ക്രിപ്ഷൻ എനിക്ക് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കാം. മനസ്സിലായോ? അപ്പം ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ടു ഈച്ച് സബ്സ്ക്രിപ്ഷൻ ആൻഡ് ഗിവിംഗ് പെർമിഷൻ, യു ക്യാൻ ഗിവ് അറ്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് ലെവൽ. ആ ഒരു സ്കോപ്പിൽ കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു സിനാരിയോയിൽ ഇവിടെ ഒരു മാനേജ്മെന്റ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇതിന് നമ്മൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ആഡ് ചെയ്തു, ഇയാളെടുത്ത് ഇതും ആഡ് ചെയ്തു, ഗ്രൂപ്പ് ചെയ്തു. എന്നിട്ട് ഇവിടെ മാത്രം പെർമിഷൻ കൊടുത്താൽ എവിടെ വരും, എൻറ്റയർ സബ്സ്ക്രിപ്ഷനിലേക്ക് പെർമിഷൻ വരും. അപ്പം സ്വാഭാവികം ഇവിടേക്കൊക്കെ ഇൻഹെറിറ്റ് ആവും. ഓക്കെ, എല്ലാത്തിലും കൂടെ മേലെ ഹൈറാർക്കിയിൽ ഏറ്റവും മേലെ മാനേജ്മെന്റ് ഗ്രൂപ്പ് റിസോഴ്സിനകത്ത്. ഓക്കെ, ജസ്റ്റ് ഒരു കണ്ടെയ്നർ പോലെ അവർ ചെയ്യുന്നതാണ് സബ്സ്ക്രിപ്ഷൻ മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട്. അപ്പം ഇത് മിസ്സാവാതിരിക്കുക. കാരണം വെച്ചാൽ ചിലർ ചോദിക്കും, ഇത് സബ്സ്ക്രിപ്ഷനും കുറേ ഉണ്ട്, അതും കൂടെ എല്ലാം കൂടെ മാനേജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മാനേജിംഗ് ഗ്രൂപ്പാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു കീവേഡ്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, നമ്മളിപ്പം വി എം ക്രിയേറ്റ് ചെയ്തു, വി എമ്മിന് ഒരു റീഡർ പെർമിഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ആ വി എമ്മിന് ഗ്രാനുലർ ആയിട്ട് എന്തെങ്കിലും വേറെ ടൈപ്പ് ഓഫ്, ഫോർ എക്സാമ്പിൾ ജോണ് റിക്വസ്റ്റ് ചെയ്തു അവരുടെ മാനേജറോട്, എന്ത്, എനിക്ക് റീഡർ പെർമിഷൻ മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ എന്തെങ്കിലും പ്രിവിലേജ് വേണം, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയാ വി എം എൻ്റയർലി മാനേജ് ചെയ്യാനുള്ള പ്രിവിലേജ് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് എന്ത് കൊടുക്കാം, നമുക്കിവിടെ വന്നു കഴിഞ്ഞിട്ട് വി എം നമുക്ക് റിസോഴ്സ് ഗ്രൂപ്പ് തന്നെ കൊടുക്കാം, ആ ലെവലിൽ കൊടുക്കാം. റിസോഴ്സ് ഗ്രൂപ്പിൽ ഞാൻ പോയിട്ട് ആക്സസ് കൺട്രോൾ IAM, ആഡ് റോൾ അസൈൻമെന്റ്, ഇവിടെ വന്നിട്ട് പുള്ളിക്ക് ഞാൻ എന്ത് കൊടുത്തു, വെർച്വൽ മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള പെർമിഷൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ വെർച്വൽ മെഷീൻ കോൺട്രിബ്യൂട്ടർ ഞാൻ തൽക്കാലം കൊടുത്തു പുള്ളിക്ക്, വെർച്വൽ മെഷീൻ കോൺട്രിബ്യൂട്ടർ. അപ്പോൾ അതിനകത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത പെർമിഷൻ കൊടുക്കാൻ നോക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ അവർ മാനേജ് ചെയ്തിട്ടുണ്ട്. എന്താണ് പറയുന്നത്, ലെറ്റ്സ് യു മാനേജ് വെർച്വൽ മെഷീൻസ് ബട്ട് നോട്ട് ആക്സസ് ടു ദം ആൻഡ് നോട്ട് ടു വെർച്വൽ നെറ്റ്വർക്ക് ഓർ സ്റ്റോറേജ് അക്കൗണ്ട് ദേ ആർ കണക്റ്റഡ് ടു. ഓക്കെ, അതായത് ബേസിക്കലി ആർബാക്ക് ലെവലിൽ നോക്കുകയാണെങ്കിൽ ആ വെർച്വൽ മെഷീൻ എൻറ്റയർലി കോൺട്രിബ്യൂട്ടർ ലെവലിൽ പെർമിഷൻ കിട്ടും. കോൺട്രിബ്യൂട്ടർ എന്താണോ അതിന്റെ നേരെ വെർച്വൽ മെഷീൻ സ്കോപ്പിൽ നമുക്ക് കിട്ടും. അത് കൊടുത്തു. ഇവിടെ സെയിം ഇയാൾക്ക് എന്ത് കൊടുക്കാം, ആരാണോ കൊടുക്കേണ്ടത് അയാളെ പേര് കൊടുക്കുക, സെർച്ച് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക, റിവ്യൂ ആൻഡ് അസൈൻ. അപ്പം പുള്ളിക്ക് ജോൺ എന്ത് കിട്ടി, വെർച്വൽ മെഷീൻ കോൺട്രിബ്യൂട്ടർ ആക്സസ് കിട്ടി. ഓക്കെ, റിസോഴ്സ് ഗ്രൂപ്പ് ലെവലിലാണ് ഞാൻ കൊടുത്തത്, അതുകൊണ്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് ആ ഒരു ആക്സസ് വരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് സൈൻ ഔട്ട് ചെയ്തു. ലോഗിൻ ചെയ്തു. പുള്ളി അപ്പം പിറ്റേ ദിവസം ചെക്ക് ചെയ്യാണ് പുള്ളിയുടെ ആക്സസ്. ഓക്കെ, അപ്പോൾ പുള്ളിയുടെ ആക്സസ് ആദ്യം തലേ ദിവസം പുള്ളിക്ക് റീഡർ ആയിരുന്നു, പിന്നെ പുള്ളി റിക്വസ്റ്റ് ചെയ്ത് പുള്ളിക്ക് PM കോൺട്രിബ്യൂട്ടർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പുള്ളി നൈസായിട്ട് എന്ത് ചെയ്തു, പുള്ളി വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാതെ പുള്ളി എന്ത് ചെയ്തു, പോയിട്ട് റീസ്റ്റാർട്ട് തന്നെ അങ്ങോട്ട് ചെയ്തു. ഐ മീൻ റിയാലിറ്റിയിൽ നടക്കുന്ന സിനാരിയോസ് ആണ് അതൊക്കെ. പുള്ളി അറിയാതെ പോയിട്ട് എന്ത് ചെയ്തു, റീസ്റ്റാർട്ട് തന്നെ ചെയ്തു. എന്തോ ഒരു ആവശ്യത്തിൽ പുള്ളി ചെയ്താണ്. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു, റീസ്റ്റാർട്ട് ആയി. പുള്ളിക്ക് എന്ത് പെർമിഷൻ കിട്ടി, VM കോൺട്രിബ്യൂട്ടർ പെർമിഷൻ കിട്ടി. അപ്പൊ അത് ശരിക്കും ഒരു ഹാംഫുൾ ആയിട്ടുള്ള സംഭവമാണ്. പുള്ളി റിക്വസ്റ്റ് ചെയ്തു, പുള്ളി എന്ത് ചെയ്തു അറിയാതെ, പുള്ളി ഒരു കെയർലെസ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, പുള്ളി ഒരു കെയർലെസ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണ്. പുള്ളി എന്ത് ചെയ്തു, പോയിട്ട് ടെസ്റ്റ് ചെയ്തത് വല്ലാത്തൊരു ടെസ്റ്റിംഗ് ആയിപ്പോയി. എന്താ ചെയ്തത്, റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ് പുള്ളി ടെസ്റ്റ് ചെയ്തത്. അപ്പൊ ഇത് ബേസിക്കലി ഒരു എസ്കലേഷൻ ആയി. മാനേജർ അറിഞ്ഞു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അതായത് ഒരു സിനാരിയോ പോലെ ഞാൻ പറയണം. ഓക്കെ, സംഭവമായി, പ്രശ്നമായി. പെട്ടെന്ന് തന്നെ മാനേജർ എന്ത് പറഞ്ഞു പുള്ളിനോട്, അല്ലെങ്കിൽ ടീമിനോട് എന്ത് പറഞ്ഞു, അയാൾക്ക് VM കോൺട്രിബ്യൂട്ടർ ആക്സസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പുള്ളി ഒന്ന് സെറ്റായിട്ട്, അല്ലെങ്കിൽ ഒന്ന് ഒരു ഉത്തരവാദിത്തമൊക്കെ വന്നിട്ട് പുള്ളിക്ക് എന്ത് ചെയ്താൽ മതി. കാരണം റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അപ്ലിക്കേഷനൊക്കെ ബാധിച്ചു, പ്രശ്നങ്ങളായി. ഓക്കെ, അപ്പോൾ പുള്ളിക്ക് ഒരു പർട്ടിക്കുലർ പെർമിഷൻ, അതായത് പുള്ളിക്ക് VM സ്റ്റാർട്ട് ചെയ്യാനും അതേപോലെ ഡിസ്ക് ആഡ് ചെയ്യുക, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രം. ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, അവൾ പുള്ളിക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷൻ മാത്രം മതി എന്ന് പറഞ്ഞു. എന്ത്, VM. ഓക്കെ, പുള്ളിക്ക് VM സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷൻ മാത്രം മതി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സംഭവം ഒരു എഞ്ചിനീയർക്ക് അസൈൻ ചെയ്തു. അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് പുള്ളിനോട് അസൈൻ ചെയ്തു ഒരു ടിക്കറ്റ്, വേറൊരു എഞ്ചിനീയർക്ക്, ഒരു അഷ്യൂർ അഡ്മിൻ അസൈൻ ചെയ്തു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്,
സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സ്വാഭാവിക ഒരു ഹാംഫുൾ അല്ല. എന്തെങ്കിലും സിനാരിയോയിൽ അറിയാതെ ആരെങ്കിലും ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് രാത്രി സ്റ്റോപ്പ് ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ രാവിലെ വന്ന് പുള്ളിനോടൊന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻ മാത്രം പുള്ളിക്ക് മതി എന്നുള്ള ലെവൽ ഓഫ് ഒരു അഗ്രിമെന്റ് വന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റോൾ അസൈൻമെന്റ് അല്ലെങ്കിൽ റൂൾസിൽ എന്തില്ല, ഒരു പർട്ടിക്കുലർ സംഭവം മാത്രം ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ VM ലെവലിൽ വെർച്വൽ മെഷീൻ സ്കോപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, വെർച്വൽ മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കാറ്റഗറി ഇതൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെയൊക്കെ കസ്റ്റമൈസ് ചെയ്താൽ കുറച്ച് ഫിൽറ്റർ ചെയ്തിട്ട് വരും, VMന്റെ റിലേറ്റഡ് ആയിട്ടുള്ള മാത്രമൊക്കെ വരും. ഓക്കെ, വെർച്വൽ മെഷീൻ മാത്രം ഞാൻ ഫിൽറ്റർ ചെയ്തപ്പോൾ എന്ത് മാത്രം വന്നത്, കോൺട്രിബ്യൂട്ടർ ലോസൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം വന്നത്. എവിടെയെങ്കിലും വെർച്വൽ മെഷീൻ സ്റ്റാർട്ട് റീസ്റ്റാർട്ട് അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് പെർമിഷൻ ഉണ്ടോ? ഇല്ല. ഈ കാണുന്ന പെർമിഷൻ ഒക്കെ പറയുന്നത് ബിൽറ്റ് ഇൻ റോൾസ് ആണ് കേട്ടോ. എന്താണ് പറയുന്നത്? ബിൽറ്റ് ഇൻ റൂൾ. ഇതിപ്പം എന്റെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാലും ആരുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാലും ഇതൊക്കെ എന്താണ്, കോമൺ ആണ്, എല്ലാവരെയും ഉള്ളതാണ്. അഷൂർ ഓൾറെഡി വിടുന്ന റോൾസ് ആണ് ഇതൊക്കെ, ബൈ ഡിഫോൾട്ട് വരുന്ന റോൾസ് ആണ്. ഓക്കെ, അപ്പൊ എന്റെ റിക്വയർമെന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജോൺ എന്ത് മാത്രം മതി, സ്റ്റാർട്ട് ചെയ്യാനുള്ള പെർമിഷൻ മാത്രം മതി. അങ്ങനെയുള്ള സിനാരിയോയിൽ ബിൽറ്റ് ഇൻ റോൾ നോക്കിയിട്ട് എന്തില്ല, കാര്യമില്ല. അപ്പോഴാണ് നമ്മൾ എന്തിനെ പറ്റി ചിന്തിക്കേണ്ടത്, കസ്റ്റം റോൾ. നമ്മളുടേതായിട്ടുള്ള റൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, കസ്റ്റം റോൾ. ഓക്കെ, ഒരാൾക്ക് ഇത് വേണം അത് വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കൈൻഡ് ഓഫ് റിക്വയർമെന്റ് നിങ്ങളുടെ മാനേജർ പറഞ്ഞു കഴിഞ്ഞാൽ ബിൽറ്റ് ഇൻ റോൾ വന്നിട്ട് തപ്പിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റം റോൾ ക്രിയേറ്റ് ചെയ്യണം. കസ്റ്റം റോൾ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. ബിൽറ്റ് ഇൻ അല്ലാതെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റിക്വയർമെന്റ് വേണമെങ്കിൽ ചിലപ്പോൾ ബിൽറ്റ് ഇനിൽ കണ്ടില്ല എന്ന് വരാം. എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു യൂസർ, നമ്മൾ കഴിഞ്ഞ സിനാരിയോയിൽ എടുത്തത് ജോൺ എന്ന് പറഞ്ഞുള്ള ഒരു യൂസർ. അപ്പൊ ആ ജോൺ എന്ന് പറഞ്ഞുള്ള ഒരു യൂസറിന് നമുക്ക് ഈവൻ വെർച്വൽ മെഷീൻ കോൺട്രിബ്യൂട്ടർ കൊടുക്കണ്ട. കാരണം വെർച്വൽ മെഷീൻ കോൺട്രിബ്യൂട്ടർ കിട്ടി കഴിഞ്ഞാൽ ആ പുള്ളിക്ക് ഈ VM വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ആൻഡ് ഈവൻ വേണമെങ്കിൽ പോയിട്ട് ഡിലീറ്റും ടെർമിനേറ്റ് എന്ത് വേണമെങ്കിലും ചെയ്യാം. എനി ഹാംഫുൾ ആക്ഷൻ പുള്ളിക്ക് എന്ത് ചെയ്യാം, ഈ VMന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അതിനുള്ളൊരു എന്തെല്ലാം അത്രയ്ക്കുള്ളൊരു കൊടുക്കാനുള്ള ഒരു ധൈര്യം ഇല്ല പുള്ളിക്ക് ആ ഒരു ആക്സസ്. കാരണം ഓൾറെഡി പുള്ളി ഒരു വൺ ടൈം എന്ത് ചെയ്തു, ഒരു മിസ്റ്റേക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ വീണ്ടും നമ്മൾ ഇനി ആ മിസ്റ്റേക്ക് പുള്ളി ആവർത്തിക്കാതിരിക്കാൻ അല്ലെങ്കിൽ പുള്ളിക്ക് നമ്മൾ സൈഡിൽ നിന്ന് സേഫ് സൈഡ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു കസ്റ്റം റോൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് കസ്റ്റം റോൾ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ? ഓക്കെ, അപ്പം ബേസിക്കലി ആ ഒരു ന്യൂ യൂസർ റൂട്ട് എന്ന് പറഞ്ഞ യൂസർ ജോയിൻ ചെയ്തു. പുള്ളിയുടെ പേരാണ് റൂട്ട്. ഓക്കെ, പുള്ളി ജസ്റ്റ് ലോഗിൻ ചെയ്തു. ഓക്കെ, പക്ഷെ പുള്ളിക്ക് കറന്റ് ആക്സസ് ഒന്നുമില്ല, സ്വാഭാവികം. അപ്പം നമ്മൾ ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇവിടെ നേരെ റിസോഴ്സ് ഗ്രൂപ്പിൽ വന്നു. ഈ RG1 കൊടുക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് ആക്സസ് കൺട്രോൾ IAMൽ പോയിട്ട് ഞാൻ തൽക്കാലം പുള്ളിക്ക് ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് കൊടുത്തു, റീഡർ കൊടുത്തു. ഓക്കെ, ജസ്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടി മാത്രം. സെലക്ട് നെക്സ്റ്റ് റിവ്യൂ ആൻഡ് അസൈൻ. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ് എങ്ങനെ അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ കണ്ടതാണ്. കാണാത്തവർ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം പുള്ളിക്ക് നമ്മൾ ആക്സസ് കൊടുത്തു. ജസ്റ്റ് ക്വിക്കായിട്ട് നിങ്ങൾക്ക് അത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സൈൻ ഔട്ട് ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്താൽ മതി. എന്തായാലും നമ്മൾ കൊടുത്തത് എവിടെയായിരുന്നു കൊടുത്തത്, റിസോഴ്സ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ റിസോഴ്സ് ഗ്രൂപ്പ് ഇപ്പോൾ റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള യൂസർക്ക് കാണുന്നുണ്ട്, പുള്ളിക്കെല്ലാം കാണുന്നുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ടും പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്തും സ്റ്റോപ്പ് ചെയ്യാനോ സ്റ്റാർട്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പെർമിഷൻ ഇല്ല. ഓക്കെ, സ്വാഭാവികമായിട്ടും പെർമിഷൻ ഇല്ല. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇതേപോലെ VM കോൺട്രിബ്യൂട്ടർ ആക്സസ് ഒക്കെ കൊടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്താണ്. പക്ഷെ നമുക്ക് ഇനി അത് ചെയ്യണ്ട. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു പർട്ടിക്കുലർ പെർമിഷൻ മാത്രം പുള്ളിക്ക് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ പുള്ളിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആക്സസ് മാത്രം കൊടുക്കണം. ഓക്കെ, കസ്റ്റമൈസ് ചെയ്തിട്ട്. ഓക്കെ, അതിന് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമായിട്ടുള്ള ഒരു VM സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമായിട്ടുള്ള ഒരു പെർമിഷൻ ബിൽറ്റ് ഇൻ റോൾസിൽ ഇല്ല. നമുക്ക് കസ്റ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ആഡ് കസ്റ്റം റോൾ റിസോഴ്സ് ഗ്രൂപ്പ് ലെവലിൽ വന്നിട്ട് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഓപ്ഷൻ കാണുള്ളൂ, ആഡ് കസ്റ്റം റോൾ എന്നുള്ളത്. ഓക്കെ, ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് ചെയ്യാം, ആഡ് കസ്റ്റം റോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ കസ്റ്റം റോൾ ഇത് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, അതായത് ഒരു ജസ്റ്റ് ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാം. സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിനൊരു പേര് കൊടുക്കുകയാണ്. നമ്മളതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന റോൾ ആയതുകൊണ്ട് ഞാൻ എന്ത് കൊടുത്തു, ഒരു പേര് കൊടുത്തു. ഫോർ എക്സാമ്പിൾ VM സ്റ്റാർട്ട്. ഓക്കെ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് റോൾ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു പേര് ഞാൻ കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാൻ മാൻഡേറ്ററി അല്ല. അതിന് മുന്നേ നിങ്ങളൊരു പോയിന്റ് മനസ്സിലാക്കുക. ഈ നമ്മളിപ്പം എന്താ പറയാ, ജസ്റ്റ് ഒന്ന് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. നമ്മൾ ബിൽറ്റ് ഇൻ റോൾ കണ്ടല്ലോ, അതായത് അഷൂറിനെ തരുന്ന നമുക്ക് കാണിച്ചു തന്നാൽ നമുക്ക് തരുന്ന ബിൽറ്റ് ഇൻ റോൾസ് ഉണ്ടല്ലോ. ബിൽറ്റ് ഇൻ റോൾസ് എല്ലാം ബേസിക്കലി ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഇവിടെ വന്നിട്ട് ആക്സസ് കൺട്രോൾ IAMൽ പോയിട്ട് റോൾസിൽ പോയി കഴിഞ്ഞാൽ
ഈ റോൾസ് എല്ലാം, ഈ ബിൽറ്റ് ഇൻ റോൾസ് എല്ലാം ബേസിക്കലി ഒരു ജേസൺ ഫയൽ വെച്ചിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ജേസൺ എന്ന് പറഞ്ഞാൽ ജാവ നൊട്ടേഷൻ, ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിലുള്ള ഒരു ഫയലാണത്. ഓക്കെ, ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം വ്യൂ ഡീറ്റെയിൽസ് ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് ഓണർ റോളാണ്. ഓക്കെ, ഓണർ റോളും ബേസിക്കലി ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ജേസൺ ഫയൽ. ഇതാണ് അതിന്റെ കമാൻഡ് അല്ലെങ്കിൽ കോഡ്. കമാൻഡ് എന്നല്ല, കോഡ്. ഓക്കെ, ഈ കോഡ് ബേസിക്കലി എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഓണർ പെർമിഷൻ ആണ്. ഓക്കെ, അതേപോലെ ഓരോരോ റോളിന് എന്തുണ്ട്? ഒരു ജേസൺ ഫയൽ അസോസിയേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ VM റിലേറ്റഡ് ആയിട്ടുള്ളൊരു വെർച്വൽ മിഷൻ തന്നെ സെർച്ച് ചെയ്യാം. ഓക്കെ, വെർച്വൽ മിഷൻ എന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റോൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കമ്പ്യൂട്ട്, ഈ വെർച്വൽ മിഷൻ എല്ലാം കമ്പ്യൂട്ട് പറഞ്ഞ കാറ്റഗറിയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം സെഗ്രിഗേറ്റ് ചെയ്തത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു സ്കോപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ വെർച്വൽ മിഷൻസ് കോൺട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ റോള്, ഓക്കെ, അതിൽ ഞാൻ ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് ഇവിടെ ഡീറ്റെയിൽസ് വ്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം അവർ കാണിക്കുന്നത് എന്തൊക്കെയാണ് അതിന്റെ പെർമിഷൻസ് എന്നാണ്. അതായത് ഇതൊക്കെ നമ്മൾ API എന്ന് കേട്ടില്ല. അതായത് ഓരോരോ പരിപാടി നമ്മളിപ്പോൾ എന്തൊക്കെ നമ്മളിപ്പം പണ്ട് മുതൽ IT വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരോ കാര്യങ്ങൾ നമ്മൾ ക്ലൗഡിൽ ക്ലിക്ക് ചെയ്യുക, അങ്ങനെ ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോൾ ബേസിക്കലി അതിന്റെ ബാക്കിൽ എന്ത് നടക്കുന്നുണ്ട്? ഒരു ട്രിഗർ നടക്കുന്നുണ്ട്. അത് API ആക്ഷൻ എന്നാണ് പറയാം. അപ്പം ആ ഒരു ആക്ഷൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓരോരോ ലിങ്കിലും അത് അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്? ഓരോരോ API ആക്ഷൻ ഉണ്ട് ബേസിക്കലി. ഓക്കെ, അപ്പം ഈ ഒരു പർട്ടിക്കുലർ റോളിന് ഈ താഴെ കാണുന്നൊക്കെ ഓരോരോ API ആക്ഷൻ ആണ്. ഓക്കെ, ഇത്ര ആക്ഷൻ എന്താണ്? ഇതിന് അസോസിയേറ്റഡ് ആണ്. ഈ ഒരു വെർച്വൽ മെഷീൻ കോൺട്രിബ്യൂട്ടർ റോൾ നമ്മൾ കാണുമ്പോൾ ഒരൊറ്റ സിംഗിൾ റോളാണ്, പക്ഷെ ഇത്രയ്ക്കും പെർമിഷൻ അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നുണ്ട് ബേസിക്കലി. ഓക്കെ, ചെറുതായിരിക്കാം, പക്ഷെ അതൊക്കെ അതിന്റെ ഒരു പെർമിഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതായത് നിങ്ങൾ ലിസ്റ്റ് പെർമിഷൻ, അതേപോലെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ വെർച്വൽ മെഷീൻ ലിസ്റ്റ് ചെയ്യുക, അതേപോലെ പവർ ഓഫ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അങ്ങനെ കുറെ ചെറിയ ആക്ഷൻ ആയിട്ട് എല്ലാം കൂടെ ബിൽഡ് ചെയ്തിട്ടാണ് ഈ ഒരു റൂള് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ റിയൽ കോഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു കോഡ് ബേസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ജേസണിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. കണ്ടോ, ഓരോ ഇതൊക്കെ അതിന്റെ പെർമിഷൻ ആണ്. അതായത് എന്തൊക്കെ ആക്ഷൻ ചെയ്യാനുള്ള റോളാണ് ഇയാൾ എന്നുള്ള പെർമിഷൻ ആണ് ഇയാൾ എന്നുള്ളത് കാണിക്കാണ്. ഇവിടെ ഡിസ്ക് റിലേറ്റഡ് ആയിട്ട് ചെയ്യാം, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പെർമിഷൻ ഉണ്ട്. ഇതൊക്കെ ബേസിക്കലി ഈ ഒരു വെർച്വൽ മെഷീൻ കോൺട്രിബ്യൂട്ടർ റോളിനുള്ളതാണ്. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കാണിച്ചതാണ്. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല, വെറിയുടെ ആവേണ്ട ആവശ്യമില്ല. കസ്റ്റം റോളിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞാണ്, അതാണ് ബേസിക്കലി ബാക്ക് എൻഡിൽ നടക്കുന്നത് എന്ന്. അപ്പൊ നമ്മൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റം റോൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മളുടെ റോള് കസ്റ്റം റോൾ ക്രിയേറ്റ് ചെയ്യാണ്. അതിനകത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ആക്ഷൻ മാത്രം എനിക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചിട്ട് അത് അസൈൻ ചെയ്ത് കൊടുക്കണം ഈ ഒരു റോളിന്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റാർട്ട് ഫ്രം ജേസൺ കൊടുക്കാം. അതായത് നിങ്ങൾ ജേസണിനെ പറ്റി നല്ല ധാരണ ഉള്ളതാണ്, നിങ്ങൾക്ക് അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോഡ് നേരെ പിടിച്ച് ഇവിടേക്ക് ഇടാം. ഓക്കെ, പക്ഷെ നമ്മൾക്ക് അതിനെപ്പറ്റി കൂടുതൽ എന്തില്ല, ഐഡിയ ഇല്ല. ചെറിയ ഐഡിയ ഉണ്ട്, പക്ഷെ എക്സാക്ട് കോഡ് ബേസ് നമുക്ക് ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരാം, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് ഈസിയർ ആക്കാനാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്? സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്നുള്ള ഓപ്ഷൻ കൊടുത്തത്. ഐദർ വേ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇവിടെയാണ് നമുക്ക് ഉള്ള വർക്ക് വരുന്നത്. എന്താണ് കറക്റ്റ് പെർമിഷൻ കൊടുക്കേണ്ടത് എന്നുള്ള വർക്ക് നമുക്ക് ഇവിടെയാണ് വരുന്നത് കസ്റ്റം റോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ ആഡ് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇതിപ്പം നിങ്ങൾ കാണുന്നത് ഈ അഷ്യൂറിലുള്ള എൻറ്റയർ കാറ്റഗറിയാണ് ബേസിക്കലി. ഓക്കെ, കാറ്റഗറി ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ ഓരോ സർവീസും ഓരോരോ കാറ്റഗറിയിലാണ് ശരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ അഷ്യൂർ ആക്ടിവേറ്റ് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ, ഇത് അഷ്യൂർ ആക്ടിവേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാറ്റഗറിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ശരിക്കും എന്ത് കാറ്റഗറിയിലെ പെർമിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു റോളിലേക്ക്? വെർച്വൽ മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ വെർച്വൽ മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വെർച്വൽ മിഷൻ സെർച്ച് ചെയ്താൽ അങ്ങനെ ഒരു കാറ്റഗറി ആയിട്ട് അല്ല അത് ബേസിക്കലി വരുന്നത്. ഓക്കെ, ക്ലൗഡിൽ വെർച്വൽ മിഷൻ എന്ന് പറഞ്ഞ കാറ്റഗറി വരുന്നത് ശരിക്കും പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഡോട്ട് കമ്പ്യൂട്ട് എന്ന് പറഞ്ഞുള്ള കാറ്റഗറിയാണ് വെർച്വൽ മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള. ഇവിടെ നോക്കി, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാറ്റഗറി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് സെർച്ച് ചെയ്യുമ്പോൾ നേരെ വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞാൽ കിട്ടില്ല. കാറ്റഗറി ആദ്യം ഒരു ഉദാഹരണം ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ട് എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് വെർച്വൽ മെഷീൻ, അതേപോലെ വെർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ട് കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പം നെറ്റ്വർക്കിന്റെ റിലേറ്റഡ് ആയിട്ട് പെർമിഷൻ ആണെങ്കിൽ നിങ്ങൾ എവിടെ പോകണം? നെറ്റ്വർക്കിങ്ങിന്റെ മൈക്രോസോഫ്റ്റ് ഡോട്ട് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞുള്ള ഒരു കാറ്റഗറി തന്നെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ഓരോ കാറ്റഗറിയാണ്. നമുക്ക് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ താഴത്തെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങളൊരു 10 മിനിറ്റ് ടൈം എടുത്ത് നോക്കി റീഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയ ധാരണ കിട്ടും. ഓക്കെ, നമുക്ക് എല്ലാ കാറ്റഗറി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ ഐഡിയ കിട്ടും. ഫോർ എക്സാമ്പിൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മോണിറ്ററിംഗിന്റെ കാറ്റഗറിയാണ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ. അതേപോലെ നെറ്റ്വർക്ക് ഇവിടെ ഇത് നെറ്റ്വർക്ക്, നമ്മൾ വെർച്വൽ നെറ്റ്വർക്ക് കണ്ടില്ല, അതിന്റെയൊക്കെ കാറ്റഗറി ഇതാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പിന്നീട് ഇനി ചെയ്യാനുള്ള ഒരു കാറ്റഗറിയാണ് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മൈക്രോസോഫ്റ്റ് ഡോട്ട് സ്റ്റോറേജ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് തന്നെ
എന്തുണ്ട് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാറ്റഗറി, നമ്മുടെ സ്റ്റോറേജ് അക്കൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒരു മനസ്സിലൊരു ഐഡിയ ആക്കി വെക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ കാണേണ്ടത് മൈക്രോസോഫ്റ്റ് ഡോട്ട് എന്താണ് കമ്പ്യൂട്ട് എന്ന് പറഞ്ഞുള്ള കാറ്റഗറിയാണ്. അതാണ് ബേസിക്കലി വെർച്വൽ മെഷീൻ ഒക്കെ വരുന്ന കാറ്റഗറി. കാരണം അതിനുള്ളിലാണ് നമ്മൾ നോക്കുന്ന എന്തുള്ളത്, ആ ഒരു പെർമിഷൻ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. എവിടെ കമ്പ്യൂട്ട്, ഇതാണ് കമ്പ്യൂട്ട്. ഓക്കെ, അപ്പം ആ കമ്പ്യൂട്ടർ നമ്മൾ സെലക്ട് ചെയ്തപ്പം അതിന്റെ ഉള്ളിലുള്ള എല്ലാ API പെർമിഷൻ ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല നിങ്ങൾക്ക്, ഇവിടെ API കാണുന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലത്തെ പെർമിഷൻ ആണ് കാണിക്കുന്നത്. ഓരോ ആക്ഷൻ ആണ് ഇവിടെ താഴെ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് തന്നെ വീണ്ടും ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ കാറ്റഗറിക്കകത്ത് തന്നെ കുറേ ഉണ്ട്. ഓക്കെ, കുറേ കാറ്റഗറി വീണ്ടും ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് എന്തായിരുന്നു, നമ്മുടെ റിക്വയർമെന്റ് എന്തായിരുന്നു, ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. എന്ത്, സ്റ്റാർട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് സ്റ്റാർട്ട് എന്ന് സെലക്ട് ചെയ്തു, സെർച്ച് ചെയ്തു. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് സെലക്ട് ചെയ്തപ്പോൾ താഴത്തേക്ക് നോക്കിയപ്പോൾ കുറേ സ്റ്റാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയപ്പോൾ ഇവിടെ സ്റ്റാർട്ട് വെർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ്, ഇതാണോ നമ്മൾ നോക്കുന്നത്? അല്ല, ഇത് എന്ത് സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്, വെർച്വൽ മെഷീൻ സ്കെയിൽ സെറ്റ് ആണ്. നമുക്ക് പ്യുവർ എന്താണ് സ്റ്റാർട്ട് വെർച്വൽ മെഷീൻ മാത്രമാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ജസ്റ്റ് വെർച്വൽ മെഷീൻ മാത്രമാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ താഴത്തേക്ക് വീണ്ടും നോക്കുമ്പോൾ കിട്ടി, നമുക്ക് എക്സാക്ട് മാച്ച് ഉള്ളൊരു പെർമിഷൻ നമുക്ക് കിട്ടി. എന്താണ്, സ്റ്റാർട്ട് വെർച്വൽ മെഷീൻ. ഇനി നിങ്ങൾക്ക് ഇതന്നെയാണോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മൗസ് ഒന്ന് ജസ്റ്റ് വെച്ച് ചെയ്താൽ ആ ഒരു API ആക്ഷൻ കാര്യങ്ങളും കാണിക്കും. ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ സ്റ്റാർട്ട് വെർച്വൽ മെഷീൻ ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ആഡ് കൊടുത്തു. ഓക്കെ, അപ്പം ആ ഒരു പർട്ടിക്കുലർ പെർമിഷൻ മാത്രം ഞാൻ ആഡ് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കോപ്പ് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ബൈ ഡിഫോൾട്ട് ഞാനിപ്പോൾ റിസോഴ്സ് ഗ്രൂപ്പ് തന്നെ കൊടുത്തു, തൽക്കാലം സ്കോപ്പ് അവിടെ തന്നെ കിടക്കട്ടെ. നെക്സ്റ്റ് കൊടുത്തു. ഇത് കണ്ടോ, ആ ഒരു പെർമിഷനും പേരും കാര്യങ്ങളൊക്കെ ഈ ഫസ്റ്റ് 3 ടാബിൽ ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ് അനുസരിച്ച് എന്ത് ചെയ്തു, അഷ്യൂർ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, ആ കോഡ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്ത് തന്നു. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഐദർ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ചടങ്ങാണ്. ഓക്കെ, JSON ഫയലൊന്നും നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസും നമുക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടി അവർ ഹെൽപ്പ് ചെയ്യാണ് ആര്, അഷ്യൂർ. ഈ ഒരു സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് കൊടുത്തതിനെ കൊണ്ടാണ്. ഓക്കെ, JSON സ്റ്റാർട്ട് ഫ്രം JSON ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു, ഈ ഫയൽ നിങ്ങൾ തന്നെ നോട്ട് പാഡിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണമായിരുന്നു. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടി എന്ത് ചെയ്തെന്നോ ഒരു ക്രിയേറ്റ് ചെയ്തു തന്നു. നിങ്ങൾ നോക്കിയ റോൾ നെയിം ഇത് നമ്മൾ നേരത്തെ കൊടുത്ത പേരായിരുന്നു. അതേപോലെ ഞാൻ കൊടുത്ത ആക്ഷൻ ഇതായിരുന്നു. അതൊക്കെ ഈ ഒരു ഫയലിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും നോക്കി കഴിഞ്ഞാൽ കാണാൻ എന്ത്, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കുറെ സംഭവങ്ങൾ തന്നെ അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് അതൊരു കോഡ് പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് പെർമിഷൻ ഫയൽ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് കൊടുത്തു, ക്രിയേറ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, കസ്റ്റം റോള് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ബേസിക്കലി നമ്മൾ കസ്റ്റം റോൾ ക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ യൂസർ പേരെന്തായിരുന്നു, റൂട്ട്, ആ ഒരു യൂസർക്ക് എന്ത് ചെയ്തിട്ടില്ല, അസൈൻ ചെയ്തിട്ടില്ല ഈ പെർമിഷൻ. ഓക്കെ, പെർമിഷൻ അസൈൻ ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അത് ക്രിയേറ്റ് ചെയ്ത് ഓക്കെ ആണെന്ന് കാണുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഫിൽട്ടർ ചെയ്യാം. അതായത് ടൈപ്പ് ഞാൻ ജസ്റ്റ് ഫിൽട്ടർ ചെയ്തു. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ, ഈ കസ്റ്റം റോൾ ഇപ്പോൾ ഇവിടെ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം റോൾ മാത്രമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പം ബിൽറ്റിനും രണ്ടും കൂടെ കാണുന്നുണ്ട് ഓള്, ജസ്റ്റ് കസ്റ്റം റോൾ മാത്രം കാണുന്നുണ്ടെങ്കിൽ അത് മാത്രം ഫിൽട്ടർ ചെയ്താൽ അയാളെ മാത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പൊ സംഭവം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അസൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും ഇവിടെ തന്നെ വന്നു. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ആഡ് റോൾ അസൈൻമെന്റ്. ഓക്കെ, ആഡ് റോൾ അസൈൻമെന്റ്. ഓക്കെ, അപ്പൊ ആഡ് റോൾ അസൈൻമെന്റിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ പർട്ടിക്കുലർ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ സെർച്ച് ചെയ്യാം, ആ പേര് വെച്ച് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റമർ റോൾ മാത്രം വെച്ചിട്ട് ഇത് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ഈസി ആക്കാൻ വേണ്ടി ഞാൻ അത് മാത്രം ഫിൽട്ടർ ചെയ്ത്. ഓക്കെ, നെക്സ്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ പർട്ടിക്കുലർ യൂസർ എന്ത് ചെയ്യാം, പിടിച്ച് ആ ഒരു പർട്ടിക്കുലർ പെർമിഷനിലേക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് റിവ്യൂ ആൻഡ് അസൈൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു കസ്റ്റം റോൾ ക്രിയേറ്റ് ചെയ്തു. ആ കസ്റ്റം റോളിലേക്ക് പിന്നീട് റോൾ അസൈൻമെന്റ്, അതായത് യൂസറിനെ ആഡ് ചെയ്തു. പുള്ളിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ബേസിക്കലി. ഓക്കെ, അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ആദ്യം റൂട്ടിന്റെ ലോഗിനിലേക്ക് വന്നു, സൈൻ ഔട്ട് ചെയ്തു, എന്നിട്ട് ഒന്നും കൂടി സൈൻ ഇൻ ചെയ്തു. ഈ സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് മാത്രമാണ്, എന്താണ്, സ്റ്റാർട്ട് ചെയ്യാനുള്ളത് മാത്രമാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് നമുക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇത് ഓൾറെഡി റണ്ണിങ് ആണ്, ഈ VM ഓൾറെഡി റണ്ണിങ് ആണ്, ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തു. അപ്പൊ എന്ത് വന്നു, ഫെയിൽഡ് വന്നു. ഓക്കെ, പുള്ളിക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള പെർമിഷൻ ഇപ്പോഴും ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ മെയിൻ യൂസർ, നമ്മുടെ എന്റെ മെയിൻ ഓണർ അക്കൗണ്ടിൽ വന്നിട്ട് എന്ത് ചെയ്തു, ഈ ഒരു വെർച്വൽ മെഷീനെ ആദ്യം വന്നിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു, VM സ്റ്റോപ്പായി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു അല്ലെ, VM സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, VM is സ്റ്റോപ്പ്ഡ്. ഓക്കെ, അപ്പം ഇനി
ഓക്കെ, ഇതിപ്പം എൻ്റെ മെയിൻ അക്കൗണ്ട് നിന്നാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. കാരണം എനിക്ക് പെർമിഷൻ ഉള്ളൂ. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ പുതിയ യൂസറുടെ അക്കൗണ്ടിലേക്ക് വന്നു. ഓക്കെ, കസ്റ്റം റോൾ വർക്ക് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്റ്റാർട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ എന്ത് നടക്കുന്നുണ്ട്, സ്റ്റാർട്ട് മാത്രം വർക്ക് ആവുന്നുണ്ട്. അപ്പം ബേസിക്കലി നമ്മൾ പല സിനാരിയോസും വരാം. ഓരോ സിനാരിയോസ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, കസ്റ്റം റോൾ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, കുറെ കമ്പനികൾ ഇപ്പോൾ കസ്റ്റം റോൾ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അവർ എന്ത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ബിൽറ്റിൻ റോൾസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെയും ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ റിക്വയർമെന്റ് വന്നാൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനുള്ള വഴി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതിനെ പറ്റി പറഞ്ഞു തന്നത്. അപ്പൊ ബേസിക്കലി എന്തൊരു പെർമിഷൻ ആണെങ്കിലും അതിന്റെ പിന്നിൽ ഒരു JSON ഫയലാണ്. ആ ഫയൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇതിലൂടെ ഈ ഒരു അവർ തരുന്നുണ്ട്, ഈസി ഓപ്ഷൻ തരുന്നുണ്ട് അഷൂർ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം VM എന്ത് ചെയ്തു, പുള്ളി സ്റ്റാർട്ട് ചെയ്തു. പുള്ളിക്ക് ആ ഒരു പെർമിഷൻ കിട്ടിയത് എവിടെ നിന്നാണ്, പുള്ളിക്ക് ആ പെർമിഷൻ കിട്ടിയത്, സോറി ചെക്ക് ആക്സസ് അല്ല, ഞാൻ റൂട്ടിന്റെ ആക്സസ് ചെക്ക് ചെയ്യാൻ വന്നതാണ്. അപ്പൊ പുള്ളിക്ക് ആക്സസ് കിട്ടിയ എന്താണ്, ഈ റോൾ എന്നാണ് പുള്ളിക്ക് കിട്ടിയത്. അപ്പം ബേസിക്കലി നമ്മൾ ക്രിയേറ്റ് ചെയ്ത റോളാണ്, കസ്റ്റം റോളാണ്. ഓക്കെ, ഇനി പുള്ളി വീണ്ടും ഈ VM വന്നിട്ട് എന്തെങ്കിലും റീസ്റ്റാർട്ട്, വേറൊരു ആക്ഷൻ ട്രൈ ചെയ്യാണ്, റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഫെയിൽഡ് വന്നു.